റൗണ്ട് 25 വരെ ഞാൻ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് 2 സിംഗിൾ ക്രോഷേ ഡിക്രീസ് വരെ ഞാൻ ചെയ്തത്. ഇനിയും ഡിക്രീസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഐസ് വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ 15നും 16ൻ്റെ ഇടയിലായിട്ടാണ് നമ്മൾ ഇത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ നോക്കുമ്പോൾ 11 സ്റ്റിച്ചസ് ഡിസ്റ്റൻസിലാണ് ഇത് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്കിത് അഴിച്ചെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഇതിനെ ഇൻസേർട്ട് ചെയ്ത് വയ്ക്കാം. അതിന് മുമ്പ് ചെറുതായിട്ടൊന്നിങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് കയറാനുള്ള ഒരു ഗ്യാപ്പ് ഫോം ചെയ്യും. അപ്പോൾ ആ ഒരു ഗ്യാപ്പിലേക്ക് നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. വൺസ് ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് അഴിക്കാനോ ഇതാക്കാനോ ഒന്നും പറ്റില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ച് തന്നെ വെക്കണം. നല്ല സൈഡ് ഏതാണോ നോക്കിയിട്ട് ആ ഒരു സൈഡിൽ തന്നെ വെക്കണം. എന്നിട്ട് ഈ ഒരു ബട്ടനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇതാക്കി കൊടുക്കാം. ഓക്കെ, ഇനി അടുത്ത ഐയും കൂടി നമുക്ക് ഫിക്സ് ചെയ്യാം. ബട്ടൺ വെച്ച് കൊടുക്കാം. രണ്ടും ടൈറ്റാക്കി കൊടുക്കട്ടോ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഐ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ സെൻട്രലായിട്ട് നമുക്ക് നോസ് ചെയ്യണം. ഇത് ചെയ്ത് കഴിഞ്ഞ് ഫിൽ ചെയ്തതിന് ശേഷം നമ്മൾ സുയോ ചെയ്തതിന് ശേഷമായിട്ട് ചെയ്താലും മതി. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ ഫൈബർ ഫില്ല് ചെയ്യാം. സ്റ്റഫിങ് തുടങ്ങാം. നമ്മളിപ്പോൾ മറ്റേ ബോഡിയിൽ ചെയ്ത ആ റാറ്റിൽ സൗണ്ട് മേക്കർ ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ ഹെഡിലേക്കും വെക്കാം. ഓക്കെ, ഹെഡിലൊക്കെ അത്യാവശ്യം ഫില്ലിങ് ഇല്ലാന്നുണ്ടെങ്കിൽ കാണാനേ രസം ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഫില്ല് ചെയ്യാം. ഓവർ ഫിൽഡ് ആവാനും പറ്റത്തില്ല. ഓക്കെ, ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് റൗണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനി 1 സിംഗിൾ ക്രോഷേ ഡിക്രീസ് ആണ്. one single crochet, decrease. ഇത് റിപ്പീറ്റ് ചെയ്യുക, 6 times റിപ്പീറ്റ് ചെയ്യുക. 1 single crochet decrease. One single crochet, decrease. One single crochet, decrease. One single crochet, decrease. One single crochet, decrease.
ഓക്കെ, ഇനി നമുക്ക് ഇതുവരെ മതിയാവും. ഇത് വെച്ചിങ്ങനെ ഈ ബോഡി പാർട്സ് ഇത് വെച്ചിങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ ഓക്കെ, ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യണ്ട, ഇത്ര മതി. ഈ ഒരു പോർഷൻ നമുക്ക് ബാക്കിലേക്ക് ആക്കാം, കാരണം നമ്മളിവിടെ സ്റ്റിച്ച് മാർക്കർ വെച്ചതല്ലേ, അപ്പോൾ ചെറിയ രീതിയിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നല്ല പോർഷൻ നമുക്ക് ഫ്രണ്ടിലേക്ക് വയ്ക്കാം, എന്നിട്ട് ഇങ്ങനെ ഇതാക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇത് യാണ് കട്ട് ചെയ്തെടുക്കാം, എന്നിട്ട് ഇവിടെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കാം. എന്നിട്ട് ഈ യാണിന് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. നമുക്ക് സ്വീ ചെയ്യാനായിട്ട് ബോഡിയിൽ തന്നെ നമ്മൾ യാണ് വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അതും മതിയാവും. സേഫ്റ്റി ആയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കുന്ന ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കാം. ഇനിത് ഇതായിട്ട് ജോയിൻ ചെയ്യാം. ഇതിലത്തെ സ്റ്റിച്ച് മാർക്കർ ഞാൻ ഊരിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിവിടെ വെച്ചിട്ട് ഇതാക്കി കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഇതാക്കി കൊടുക്കാം. ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ ഒന്ന് സീ ചെയ്തെടുത്താലും മതി. ബാക്കിൽ നിന്നല്ല, അപ്പോൾ ബാക്കിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓരോ സ്റ്റിച്ചസിൻ്റെ ഇടയിൽ കൂടെ എടുക്കുക, ഓരോന്നിൻ്റെയും ഫ്രണ്ട് ലൂപ്പിലൂടെ എടുക്കുക, എന്നിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, ഓരോ സ്റ്റിച്ചസിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ സ്വീ ചെയ്ത് വരാം. സ്വിങ് കറക്റ്റായില്ലെങ്കിലും ബോഡീൻ്റെ ആ ഒരു ഇത് മാറും. അതുകൊണ്ടാണ് ഞാൻ വേണം എന്നുള്ളവർക്ക് ഈ പിൻ ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞത്. ഓക്കെ, ധൃതി പിടിക്കാതെ ഓരോ സ്റ്റിച്ചസ് ആയിട്ട് ചെയ്താലും മതി. ആദ്യം ബോഡിയിലേതെടുത്ത് സ്വീ ചെയ്യുക, പിന്നെ അതിൻ്റെ ഹെഡിലേക്ക് പിന്നെ പോവുക, അങ്ങനെ മെല്ലെ മെല്ലെ ചെയ്താലും മതി. ടൈറ്റാക്കി കൊടുക്കണം, ലൂസായിട്ട്. കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നുന്ന ഈ ഹെഡിൻ്റെ പാർട്ട് സ്വീ ചെയ്യാനായിരിക്കും. കാരണം ആ ഒരു ഇടുക്കിലൂടെയൊക്കെ ഇങ്ങനെ സ്വീ ചെയ്യുമ്പോൾ
പിന്നെ ബാക്കി നമ്മൾ പിൻ ചെയ്തിട്ട് തന്നെയാണ് ബാക്കിയുള്ളതൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഓക്കെ. ഇനി ഇതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സെയിം തന്നെ ഓരോ സ്റ്റിച്ചസ് ആയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കേട്ടോ. ഓക്കെ, ഇതാ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിങ്ങനെ. പിന്നെ ഇപ്പോൾ നമ്മളുണ്ടല്ലോ ഹെഡിൽ 12 സ്റ്റിച്ചസ് ആയിരുന്നു നമ്മൾ ഡിക്രീസ് ചെയ്ത് വന്നപ്പോൾ അല്ലേ. പിന്നെ ബോഡിയിൽ നിന്നാണെങ്കിൽ ലാസ്റ്റ് വെച്ചിട്ട് എത്ര ഉണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോൾ 20 സ്റ്റിച്ചസോ. ഓക്കെ, അപ്പോൾ അത്രയും അല്ലെങ്കിൽ രണ്ടിലും ഈക്വൽ ആയിട്ടുള്ള അത്രയും ഡിക്രീസ് ആയാലും മതി. അതായത് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഹെഡിൽ 12 ആണെങ്കിൽ ബോഡിയിലും 12 സ്റ്റിച്ചസ് വരുന്ന രീതിയിൽ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇത് രണ്ടും വേറെ വേറെ സൈസായി പോയി, അതാണ് ഇങ്ങനെ വന്നത്. ഇനി നമുക്ക് യാണിനെ രണ്ടും വേറെ വേറെ സൈസ് എന്ന് പറഞ്ഞാൽ രണ്ടും വേറെ വേറെ മെഷർമെൻറ്റ്, അതായത് സ്റ്റിച്ചസ് ആയിപ്പോയി. അതല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുമായിരുന്നു. ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഇടയിൽ കൂടെ കൊണ്ടുവരാം, എന്നിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ ഹെഡ് അത്ര ബലത്തിൽ നിൽക്കുന്നില്ല, അങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഫ്ലെക്സിബിൾ ആക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഷോപ്പിൽ നിന്നൊക്കെ മറ്റേ ജ്വല്ലറി മേക്കിങ്ങിനായിട്ടുള്ള ഒരു ഇത് കിട്ടും. ഒരു സാധനം എന്താ പറയുക, ഒരു കമ്പി പോലത്തെ ഇല്ലേ, അത് കിട്ടും. അത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്താൽ, അതായത് നമ്മൾ ഇത് ഫിക്സ് ചെയ്യുന്നതിൻ്റെ മുൻപ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ തലയൊക്കെ ആക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഹെഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലെഗല്ല, ആംസും ഇയേഴ്സൊക്കെ ഇതിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇതൊക്കെ ഇതിലേക്ക് ജോയിൻ ചെയ്ത് വയ്ക്കാം. അതിനായിട്ട് നമുക്കിതാ ഫസ്റ്റ് വീഡിയോ പൊക്കാം. ഇവിടെയും ഓക്കെ. ഇനി ഇത് നമുക്ക് അവിടെ പിൻ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഇങ്ങനെ പിൻ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റും, സ്റ്റിച്ചസ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുക ഒന്നും ചെയ്യില്ല. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ പഞ്ഞി വയ്ക്കാം, പക്ഷേ അതായത് ഇതിൻ്റെ ഉള്ളിലേക്ക് പഞ്ഞി വേണമെന്നുണ്ടെങ്കിൽ ആക്കാം, പക്ഷെ ഞാൻ അതിൽ ചെയ്യുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് ഇയേഴ്സ് കൂടെ വെച്ച് കൊടുക്കാം. ഇയേഴ്സും ഈ മാജിക് റിങ് ഉണ്ടല്ലോ, ഈ മാജിക് റിങ്ങിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ്, മാജിക് റിങ്ങിൻ്റെ അപ്പുറത്തെ സ്റ്റിച്ചസിലായിട്ടാണ് ഇയേഴ്സ് ഫിക്സ് ചെയ്യേണ്ടത്. രണ്ടിൻ്റെ അപ്പുറത്തേക്കായിട്ട് ഓക്കെ.
ഇത് ഫസ്റ്റ് തന്നെ രണ്ടും വെക്കണമെന്നില്ല. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഹാൻഡ് സ്വീ ചെയ്ത് കഴിഞ്ഞിട്ട് ശേഷം ഇതിങ്ങനെ വെച്ചിട്ട് അത് സ്വീ ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഈ ഇയേഴ്സ് ചെയ്ത ശേഷം ഹാൻഡ് ചെയ്താലും മതി. എന്താണേലും നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്താൽ മതി. ഇനി ഇത് നമുക്ക് സ്വീ ചെയ്തെടുക്കാം. ഫസ്റ്റ് നമുക്ക് ഇയേഴ്സ് തന്നെ സ്വീ ചെയ്യാം. നമുക്ക് നീഡിൽ എടുക്കാം. ഇനി ഇത് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഓരോ സ്റ്റിച്ചസിൻ്റെ ഉള്ളിലൂടെ തന്നെ ചെയ്യണം. പിന്നെ ഈ സ്റ്റിച്ചസിൻ്റെ അതിൻ്റെ ഉള്ളിലൂടെ ഇൻവിസിബിളായിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ ഓരോ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ ചെയ്യാം. ഓക്കെ, ഓരോ സ്റ്റിച്ചസിൻ്റെ ഉള്ളിലൂടെ എടുക്കാം. ഇതിങ്ങനെ അയച്ചെടുക്കാം. ഇത് മാറ്റിക്കഴിഞ്ഞാൽ അതവിടെ ഫിക്സ് ആയിക്കോളും. ഈ ഒരു പോർഷൻ കൂടി നമുക്ക് സീ ചെയ്തെടുക്കാം. ബാക്ക്ഗ്രൗണ്ടിൽ വോയിസ് ഉണ്ടാവുന്നില്ലേ? ഇന്നിപ്പോൾ ലീവാണ്, അപ്പോൾ എല്ലാവരും ഉണ്ട്. ഓക്കെ, ഇനി ഇത് നമുക്ക് ഉള്ളിലൂടെ ഇതാക്കിയെടുക്കാം. കാണാത്ത രീതിയിൽ സീ ചെയ്തെടുക്കാം. ഓരോ സ്റ്റിച്ചസിൻ്റെ ഉള്ളിലൂടെ എടുക്കാം. എന്നിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അതിവിടെ ഫിക്സ് ആയിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് സെയിം സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ ആക്കിയിട്ട് വേറെ ഒന്നിൻ്റെ ഇടയിലൂടെ എടുക്കാം. എന്നിട്ട് കട്ട് ചെയ്തിടാം. ഓക്കെ, ഇതേപോലെ തന്നെ ഇനി ഇവിടെയും ചെയ്യാം. ഓക്കെ, സെയിം ഇതേപോലെ തന്നെ ഇവിടെയും സീ ചെയ്തെടുക്കാം. ഓക്കെ,